നാളെ കൃത്യം 10 മണിക്ക് തന്നെ ചെക്കനും കൂട്ടനും രത്നയെ പെണ്ണ് കാണാൻ ഇങ്ങ് എത്തും. അതിനു വേണ്ട ഏർപ്പാടുകളൊക്കെ സമയത്ത് തന്നെ ഇവിടെ റെഡിയായിരിക്കണം. വൈകിപ്പിക്കരുത്. ഇതത് തന്നെ. അതെ അതെ. എന്തു പറ്റി എല്ലാരും കൂടെ? പാർവതി മനോഹരി പാർവണം സുധാമയം പാർവതി മനോഹരി. നിർത്ത്. നിങ്ങൾ പാറുവിന്റെ പേരും പറഞ്ഞ് എന്നെ കളിയാക്കാൻ നിൽക്കണ്ട. ഞാൻ ചിന്തിച്ച അവളെ കുറിച്ചൊന്നും അല്ല. എന്തു ഊവേ? നടക്കാത്ത സ്വപ്നം വെറുതെ കാണുന്നെന്തിനാ? ഏട്ടാ വെറുതെ ഉരുണ്ട് കളിക്കല്ലേ. നിങ്ങൾ എന്ത് പറഞ്ഞാ വിശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചേ ഇവളെ കുറിച്ചാ. നാളെ പെണ്ണ് കാണില്ല. ചെക്കന് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട ഏറ്റവും അടുത്ത മുഹൂർത്തത്തില് അവളുടെ കല്യാണം. കല്യാണം കഴിഞ്ഞ പിന്നെ ചെക്കന്റെ വീടാ നിന്റെയും. കളിച്ചും ചിരിച്ചും കൂടെ ഉണ്ടായിരുന്ന നീ പിന്നെ ഈ വീട്ടിൽ അതിഥിയായി മാറുക. അതോർക്കുമ്പോഴാ എനിക്ക് പോയാലേ മതിയാവും. അല്ലാതെ എന്നും ഈ വല്യേട്ടനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. എന്തിനാ ഏട്ടാ ഇങ്ങനൊക്കെ പറയുന്നേ? ഏട്ടൻ ഇങ്ങനൊക്കെ പറഞ്ഞ ഞങ്ങക്ക് വിഷമാവും. ഏട്ടാ ഒന്ന് നിർത്തണുണ്ടോ? എനിക്ക് കല്യാണം വേണ്ട, ഒരു മണ്ണ് കെട്ടും വേണ്ട. ഏട്ടൻ പറഞ്ഞ സത്യമല്ലേ? എന്നും നിങ്ങളിങ്ങനെ എന്റെ തണലിൽ കഴിഞ്ഞാൽ മതിയോ? നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ജീവിതം ഉണ്ടാക്കണ്ടേ? വിവാഹം വേണം, കുടുംബം വേണം. നിങ്ങൾ ഓരോരുത്തരെയും കൃത്യമായ സമയത്ത് വിവാഹം കഴിപ്പിച്ചയക്കേണ്ടത് ഏട്ടന്റെ ഉത്തരവാദിത്തം, കടമയാണ്. നിങ്ങൾ 4 പേരും 4 കുടുംബത്തിലേക്ക് പോകുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്കെല്ലാവർക്കും സങ്കടം ഉണ്ടാവും. സാരമില്ല, പിന്നീട് അത് മാറിക്കോളും. നമ്മൾ അതിനോടൊക്കെ പൊരുത്തപ്പെടും. ഇത് കൊള്ളാം. നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ സങ്കടപ്പെട്ടാലോ? എല്ലാവരും സങ്കടമൊക്കെ ഒന്ന് കളഞ്ഞേ. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഒരു പാട്ട് പാടിത്തരാം. അയ്യോ പാട്ട് വേണ്ടേ? ദേവദൂതർ പാടി നീ നല്ല പാട്ടാ, കേട്ടു. ഈ ഒലീവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. പോയോ?